ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേയായി സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ച് അവരുടെ വിവാഹാനന്തര ജീവിതം ഗുണകരമായിരിക്കുമോ എന്നറിയാനാണ് വിവാഹപ്പൊരുത്തം നോക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിരവധി പൊരുത്തങ്ങളെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും പാപസാമ്യവും ദശാസന്ധിദോഷവും 10 പൊരുത്തങ്ങളുമാണ് സാധാരണ നോക്കുന്നത്. ഇതിൽ തന്നെ പാപസാമ്യവും മാരകമായ ദശാസന്ധിദോഷവും ഋജുദോഷവും ഭേദദോഷവും ചൊവ്വാദോഷവുമാണ് ആദ്യം നോക്കേണ്ടത്. 2 ജാതകങ്ങളിൽ ഇക്കാര്യങ്ങൾ പൊരുത്തമില്ലെങ്കിൽ ആ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കരുത്, മറ്റ് എത്ര പൊരുത്തങ്ങൾ ഉണ്ടായാൽ പോലും. എന്നാൽ ഇക്കാര്യത്തിൽ 2 ജാതകത്തിലും പൊരുത്തമുണ്ടെങ്കിൽ ഇനി മറ്റു പൊരുത്തങ്ങൾ വളരെ കുറവായിരുന്നാൽ പോലും ആ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യാം. പാപസാമ്യം എന്ന് പറയുന്നത് സ്ത്രീ ജാതകത്തിൽ വരുന്ന പാപസ്ഥിതിക്ക് തുല്യമായ പാപത്വം പുരുഷ ജാതകത്തിലും വേണം എന്നുള്ളതാണ്. സ്ത്രീ ജാതകത്തിലെ 7, 8, 12, 2, 4, 1 എന്നീ ഭാവങ്ങളിലെ പാപന്മാരുടെ സ്ഥിതി അനുസരിച്ച് അതായത് ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ശത്രുക്ഷേത്ര, മിത്രസ്ഥിതി, മൗഢ്യം എന്നിവയുടെ പാപത്വം അറിഞ്ഞ് ഓരോ ദോഷത്തിലും തുല്യമായ പാപത്വം പുരുഷ ജാതകത്തിലും ഉണ്ടോ എന്ന് നോക്കണം. ഉദാഹരണമായി സ്ത്രീജാതകത്തിൽ 7 പാപൻ നീചനായി നിന്നാൽ പുരുഷ ജാതകത്തിലും 7 പാപൻ നീചനായി തന്നെ വേണം. അതുപോലെ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ പാപസാമ്യമുണ്ടെങ്കിൽ അടുത്തതായി ചിന്തിക്കേണ്ടത് വിവാഹാനന്തരം ഉണ്ടാകുന്ന ദശാസന്ധി ദോഷമാണ്. വിവാഹാനന്തരം 60 വയസ്സിനും മുമ്പേ വരാവുന്ന ദശാസന്ധിയാണ് നോക്കേണ്ടത്. അങ്ങനെ വരുന്നത് 2 പേർക്കും പാപന്മാരുടെയോ മാരകന്മാരുടെയോ ദശയാണെങ്കിൽ 2 പേർക്കും ദോഷങ്ങൾ ഒരുമിച്ച് വന്നാൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. എന്നാൽ ശുഭന്മാരുടെ ദശാസന്ധി കാലമാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നും മാത്രമല്ല ഗുണകരവുമാണ്. അടുത്തതായി നോക്കേണ്ടത് രജുദോഷവും വേദദോഷവുമാണ്. അതും അനുകൂലമാണെങ്കിൽ മാത്രമേ പിന്നീടുള്ള പൊരുത്തങ്ങളെക്കുറിച്ച് നോക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ മറ്റു പൊരുത്തങ്ങൾ എത്ര കുറഞ്ഞാലും ആ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഇനി പൊരുത്തങ്ങളെക്കുറിച്ച് നോക്കാം. രാശിപ്പൊരുത്തം, രാശാദിപ്പൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ദിനപ്പൊരുത്തം, ശ്രീദീർഘപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, ഗണപ്പൊരുത്തം, രജുദോഷം, വേദദോഷം എന്നിങ്ങനെ 10 പൊരുത്തങ്ങളാണ്. രാശിപ്പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീയുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന കൂറിൽ നിന്നും എണ്ണിയാൽ പുരുഷൻ ജനിച്ച കൂറിലെ 2, 3, 4, 5, 6 എന്നീ കൂറുള്ള പുരുഷനെ വർജിക്കണം. തമ്മിൽ 7 രാശിയെങ്കിലും വ്യത്യാസമെങ്കിലും വേണം. രാശിപ്പൊരുത്തം അനുകൂലമെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ അടുപ്പം, ആരോഗ്യം, ആയുസ് ഉണ്ടാവും. രാശിപ്പൊരുത്തം അനുകൂലമല്ലെങ്കിൽ നേരെ മറിച്ചുള്ള ഫലങ്ങളും അനുഭവപ്പെടും. അടുത്തതായി രാശ്യാദിപ്പൊരുത്തം. സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂറുകളുടെ അധിപന്മാർ ഒരു ഗ്രഹമാകുന്നതും അന്യോന്യം ബന്ധുക്കളോ ശുഭന്മാരോ ആകുന്നതും ശുഭകരമാകുന്നു. രാശ്യാദിപ്പൊരുത്തം അനുകൂലമായാൽ ദമ്പതികൾ തമ്മിൽ ഐക്യം, സൽസന്താനങ്ങൾ, കുടുംബസ്നേഹം എന്നിവയുണ്ടാകും. അടുത്തതായി വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യരാശിക്കൂറിൽ ജനിച്ച പുരുഷനാണെങ്കിൽ ശുഭകരം. മേടത്തിന് ചിങ്ങവും വൃശ്ചികവും, ഇടവത്തിന് കർക്കിടകവും തുലാവും, മിഥുനത്തിന് കന്നിയും, കർക്കിടകത്തിന് ധനുവും തുലാവും, ചിങ്ങത്തിന് തുലാം, കന്നിക്ക് മീനം മിഥുനം, തുലാത്തിന് കന്നി മകരം, വൃശ്ചികത്തിന് കർക്കിടകം, ധനുവിന് മീനം, മകരത്തിന് മേടം കുംഭം, കുംഭത്തിന് മേടം, മീനത്തിന് മകരവും എന്നീ രാശികൾ വശ്യരാശികളാണ്. വശ്യപ്പൊരുത്തം ഉത്തമമായാൽ ദമ്പതികൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ജീവിതകാലം മുഴുവൻ സ്നേഹവും പരസ്പര യോജിപ്പും ഉണ്ടാവും. അടുത്തതായി മാഹേന്ദ്രപ്പൊരുത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രങ്ങളുടെയും അനുജന്മ നക്ഷത്രങ്ങളുടെയും 4, 7, 10 ഈ നാളുകളിൽ ഒന്നാണ് പുരുഷൻ ജനിച്ചതെങ്കിൽ മാഹേന്ദ്രപ്പൊരുത്തം വരുന്നു. സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും അത് ദൂരെയാണെങ്കിൽ കൂടുതൽ ഉത്തമം. മാഹേന്ദ്രപ്പൊരുത്തം അനുകൂലമാണെങ്കിൽ ദീർഘമാംഗല്യയോഗവും സന്താന സൗഖ്യവും ഉണ്ടാവും. ഗണപ്പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാർ ജനിച്ച നക്ഷത്രങ്ങളുടെ ഗണം നോക്കിയാണ് ഗണപ്പൊരുത്തം തീരുമാനിക്കുന്നത്. ഒരേ ഗണത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരായാൽ ഉത്തമം.
ഗണം ഒന്നായാൽ ഗുണം 10 എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. എന്നാൽ പുരുഷൻ ദേവഗണവും സ്ത്രീ മനുഷ്യഗണവുമായാൽ ശുഭമാണ്. അസുരഗണ പുരുഷന് മനുഷ്യഗണ സ്ത്രീയുമായി മധ്യമമാണ്. മനുഷ്യഗണ പുരുഷന് ദേവഗണ സ്ത്രീ ശുഭമല്ല. ദേവഗണവും അസുരഗണവും ഒട്ടും ശുഭമല്ല. അതുപോലെ തന്നെ മനുഷ്യഗണ പുരുഷന് അസുരഗണ സ്ത്രീയും ശുഭമല്ല. ഗണപ്പൊരുത്തം അനുകൂലമായാൽ പരസ്പര സ്നേഹവും ശോഭനമായ ദാമ്പത്യ ജീവിതവും അനുഭവപ്പെടും. അടുത്തതായി യോനിപ്പൊരുത്തം എന്ന് പറയുന്നത് പുരുഷന് പുരുഷയോനിയും അതുപോലെ തന്നെ സ്ത്രീക്ക് സ്ത്രീയോനിയും ശുഭം. മറിച്ചു വരുന്നത് ഗുണകരമായിരിക്കില്ല. രണ്ടും പുരുഷയോനി വന്നാൽ അതും സ്വീകാര്യമല്ല. എന്നാൽ രണ്ടും സ്ത്രീയോനി വന്നാൽ മധ്യവുമായി സ്വീകരിക്കാം. യോനിപ്പൊരുത്തം ഗുണകരമായാൽ പരസ്പര സ്നേഹവും ദാമ്പത്യ സുഖവും ഐക്യവും ഉണ്ടാവും. അടുത്തതായി ശ്രീദീർഘപ്പൊരുത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രം മുതൽ 14 നക്ഷത്രത്തിന് ശേഷം വരുന്ന പുരുഷ നക്ഷത്രം ഉത്തമമാകുന്നു. കൂടുതൽ അകലെയുള്ള നക്ഷത്രമായാൽ കൂടുതൽ ഉത്തമം. ശ്രീദീർഘപ്പൊരുത്തം ഉണ്ടായാൽ ഐക്യവും സുഖവും സർവ്വസമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. അടുത്തതായി രജുപ്പൊരുത്തം. ഇത് 3 വിധത്തിൽ ഉണ്ട്: ആദിരജു, മധ്യരജു, അന്ത്യരജു. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ അനുലോമമായും പ്രതിലോമമായും വിരലുകളെ എണ്ണിയാൽ നടുവിൽ വരുന്നത് മധ്യരജു. ഇത് കൂടുതൽ ദോഷകരവും നിഷിദ്ധവുമാണ്, ആയുർദോഷകരമാണ്. അതിനാൽ ഇത് മധ്യമരജു ഒഴിവാക്കുക. മധ്യമരജു സ്ത്രീ പുരുഷ നക്ഷത്രങ്ങളായി വന്നാൽ യാതൊരു വശാലും യോജിപ്പിക്കരുത്. രജുപ്പൊരുത്തം അനുകൂലമായാൽ ആയുസ്സും ആരോഗ്യവും ദീർഘമാംഗല്യവും ഉണ്ടാവും. അനുകൂലമല്ലെങ്കിൽ നേരെ മറിച്ചുമുണ്ടാവും. അടുത്തതായി ഭേദപ്പൊരുത്തം. ചില നക്ഷത്രങ്ങൾ തമ്മിൽ ഭേദമുണ്ട്. ഭേദമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ വേദദോഷം ഭവിക്കും. അശ്വതിക്ക് തൃക്കേട്ടയും, ഭരണിക്ക് അനിഴവും, തിരുവോണത്തിന് തിരുവാതിരയും, വിശാഖത്തിന് കാർത്തികയും, ചോതിക്ക് രോഹിണിയും, മൂലത്തിന് ആയില്യവും, മകത്തിന് രേവതിയും, പൂയത്തിന് പൂരാടവും, പുണർതത്തിന് ഉത്രാടവും, ഉത്രാടത്തിന് പൂരവും, അത്തത്തിന് ചതയവും, പൂരുരുട്ടാതിക്ക് ഉത്രവും വേദനക്ഷത്രങ്ങളാണ്. ഭേദദോഷമുണ്ടായാൽ അത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തെയും ദീർഘമാംഗല്യത്തെയും ആയുസ്സിനെയും ബാധിക്കുന്നു. അടുത്തതായി ദിനപ്പൊരുത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നാളുകളിൽ ജനിച്ച പുരുഷൻ അതികഷ്ടനാണ്. അതുപോലെ തന്നെ സ്ത്രീ ജനിച്ച നക്ഷത്രപാദത്തിൽ നിന്നും 88ഉം 108ഉം പാദത്തിൽ ജനിച്ച പുരുഷനും യോജിച്ചതല്ല. ജന്മനക്ഷത്രത്തിൻ്റെ 7ാം നാൾ മഹേന്ദ്രപ്പൊരുത്തം എന്ന് പറയുന്നുണ്ടെങ്കിലും വർജിക്കണം. ദിനപ്പൊരുത്തം അനുകൂലമായാൽ ആയുസ്സും ആരോഗ്യവും ഉണ്ടാവും. ഈ പൊരുത്തദോഷങ്ങൾക്ക് ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പരിഹാരങ്ങളെ കൂടി പറയാം. രാശ്യാധിപ്പൊരുത്തം ഉത്തമമായാൽ ശ്രീദീർഘപ്പൊരുത്ത ദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ തന്നെ ഓജരാശിയിൽ ജനിച്ച സ്ത്രീക്ക് ഷഷ്ടാഷ്ടമങ്ങളുടെയും യുഗ്മരാശിയിൽ ജനിച്ച സ്ത്രീക്ക് ദ്വിദ്വാദംശങ്ങളുടെയും ഇരുകൂട്ടർക്കും നവപഞ്ചമങ്ങളുടെയും രാശ്യാധിപന്മാർ മിത്രങ്ങളായാൽ ഗണപ്പൊരുത്ത ദോഷത്തിന് പരിഹരിക്കപ്പെടും. സമസപ്തമമായാൽ രാശ്യാധിപ്പൊരുത്തം പരിഹരിക്കപ്പെടും. രാശ്യാധിപ ദിന മാഹേന്ദ്ര പൊരുത്തങ്ങൾ ഉത്തമമായാൽ രജുദോഷത്തിന് പരിഹാരമാണ്. ചന്ദ്രരാശിക്കൂറുകളിൽ ഗണപ്പൊരുത്തമില്ലെങ്കിൽ 2 ജാതകത്തിലെയും ലഗ്നസ്ഫുടത്തിൻ്റെ നക്ഷത്രമെടുത്ത് അവയുടെ ഗണപ്പൊരുത്തം ഉത്തമമായാൽ ഗണപ്പൊരുത്തത്തിനു പരിഹാരമാണ്. സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമായാൽ ഗണപ്പൊരുത്ത ദോഷം മധ്യമമായി പരിഹരിക്കപ്പെടും. ഓരോ രാശ്യാധിപന്മാരാകുക, രാശ്യാധിപന്മാർ തമ്മിൽ മിത്രങ്ങളാകുക, ഇങ്ങനെയായാൽ ഷഷ്ടാഷ്ടമ ദോഷവും ഗണപ്പൊരുത്ത ദോഷവും പരിഹരിക്കപ്പെടും. പൊരുത്തങ്ങളിൽ വെച്ച് മാഹേന്ദ്രം, യോനി, ദിനം, രാശി, രാശ്യാധിപ എന്നീ 5 പൊരുത്തങ്ങളാണ് ഏറ്റവും പ്രബലവും പ്രധാനവും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക: ജാതകവശാൽ പാപസാമ്യവും ദശാസന്ധി ദോഷവും ഋജുദോഷവും വേദദോഷവും അനുകൂലമായാൽ പൊരുത്തങ്ങൾ വളരെ കുറവായിരുന്നാൽ പോലും ആ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. അതുകൊണ്ടാണ് പാപസാമ്യം ഉത്തമമാണെങ്കിൽ പൊരുത്തങ്ങൾ കുറഞ്ഞാലും ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാമെന്ന് പറയുന്നത്. വിവാഹപ്പൊരുത്തത്തെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും പൊരുത്തത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ജ്യോതിഷം പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.